ദൈവം മനോഹരമായ ദിനങ്ങൾ നിനക്കായി ഒരുക്കിയിട്ടുണ്ട്, നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായ ദിനങ്ങൾ, ബ്ലസ്സഡ് ഡേയ്സ്. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ വിശ്വസിക്കണം, ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി മനോഹരമാണ്, ബ്യൂട്ടിഫുൾ ആണ്. ജെറമ്യ പ്രവാചകൻ പറയുന്ന ഒരു വചനമുണ്ട്, പറഞ്ഞൊരു കാര്യമുണ്ട്, 29-ാം അധ്യായം 11-ാം വാക്യം. വളരെ ഫേമസ് ആയിട്ടുള്ള വാക്യമാണ്. നിന്നെക്കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്, അത് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി. ഈ ക്ഷേമം എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ നന്മയ്ക്കായിട്ടുള്ള പദ്ധതി. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിലും യേശുക്രിസ്തു വസിക്കുന്നുണ്ട്. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. കൊളോസോസ് 1:27. അപ്പൊ ദൈവം എത്രമാത്രം നിങ്ങളെ കരുതുന്നു. യേശു വസിക്കുന്ന നിങ്ങൾ ദൈവത്താൽ പരിപാലിക്കപ്പെടുന്ന വ്യക്തിയാണ്. ആറ്റരികത്ത് നട്ട വൃക്ഷം പോലെ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ജെറമ്യ പ്രവാചകൻ പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് തിരിച്ചറിഞ്ഞ് സകല നന്മകളുടെയും ഉറവിടമായ ദൈവം, ആ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കുകയാണ്. ഇന്ന് ആ തിരിച്ചറിവിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ഓരോ ദിവസങ്ങളും, അപ്പസ്തലനായ പത്രോസ്ലീഹ ഒരു കാര്യം നമ്മൾ അപ്പസ്തല പ്രവർത്തനം 9-ാം അധ്യായം 43-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവൻ തുകൽ പണിക്കാരനായ ശിമയോന്റെ കൂടെ യോപ്പായിൽ കുറെ നാൾ താമസിച്ചു. യോപ്പ എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇസ്രായേലിൽ. ആ ജോപ്പായില് കുറെ നാൾ താമസിച്ചു. അതിന് തൊട്ട് മുൻപ് വലിയ ശുശ്രൂഷ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ ശുശ്രൂഷ അവിടെ ചെയ്ത് യോപ്പായില് തുകൽപ്പണിക്കാരനായ ശിമയോന്റെ കൂടെ കുറെ നാൾ താമസിച്ചു. അപ്പം ദൈവം മനോഹരമായ ദിവസങ്ങൾ, മനോഹരമായ സ്ഥലത്ത്, മനോഹരമായ രീതിയിൽ നമുക്കായി ഒരുക്കും. അത് ഒരുക്കിയിട്ടുണ്ട്. ഈ ദിവസങ്ങളില് കർത്താവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് കർത്താവ് ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ ഓരോന്നും നിർവഹിച്ച് മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഈ മനോഹാരിത നമ്മുടെ എല്ലാ മേഖലകളിലും വെളിപ്പെടും. ആ മനോഹര ദിവസങ്ങൾ, ഗുഡ് ഡേയ്സ്, ബൈബിളിൽ നമ്മൾ കാണുന്നത് എന്താ? ദൈവം നമുക്ക് വേണ്ടി നല്ല ദിനങ്ങൾ ഒരുക്കിയിരിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങൾ. ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. ഈ ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന നല്ല പദ്ധതിയിലേക്ക് പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ കാഴ്ചയാലല്ല വിശ്വാസത്തിൽ നടക്കുന്നു. ഗലാത്യ ലേഖനത്തിൽ പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന ഒരു കാര്യം 4-ാം അധ്യായം 7-ാം വാക്യമാണ് എന്നാണ് എന്റെ വിശ്വാസം. ഐ വാക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ്. ഞാൻ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. വിശ്വാസത്താൽ നമുക്ക് മുൻപോട്ട് പോകാം. ഞാൻ എന്നോട് തന്നെ ഇത് പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ പലപ്പോഴും എന്റെ പഴയ വീഡിയോ കാണുമ്പോൾ ഞാൻ ആ ദൈവവചനം എന്നോട് തന്നെ സംസാരിക്കും. കാഴ്ചയാലല്ല, ഇന്ന് മുൻപിൽ കാണുന്ന പ്രതിസന്ധിയല്ല, വിശ്വാസം. അത്ഭുതം ചെയ്യുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം പറയുന്നു, നിനക്ക് മുൻപേ ഞാൻ കടന്നുപോയി മലകളെ നിരപ്പാക്കും, മലകളെ നിരപ്പാക്കും. ഹല്ലേലൂയ. ഇരുമ്പോടാമ്പലുകളെ, തടസ്സങ്ങളെ, താമ്ര കതകുകളെ ഞാൻ തകർക്കും, വഴി തുറക്കും. ഞാൻ നിനക്ക് മുൻപേ കടന്നുപോയി മലകളെ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ചെയ്യും. ഐ വിൽ മേക്ക് എ വേ when there seems to be no way. ഇന്ന് ആ ദൈവത്തിൽ നമുക്ക് പ്രത്യാശ അർപ്പിക്കാം. അവസാനത്തുള്ള രക്തം വരെ നൽകി നിന്നെ വീണ്ടെടുത്ത ദൈവത്തിന്റെ ആ രക്തമറ കോട്ടയിൽ പൊതിഞ്ഞ് പിടിക്കപ്പെടാം. കർത്താവിന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്നു. പരസ്പരം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ആ ഫിനിഷ്ഡ് വർക്കിന്റെ പവർ ഇപ്പോൾ വെളിപ്പെടട്ടെ. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഓൺ ദ ക്രോസ്. ക്രൂശിൽ അവൻ നമുക്കായി സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു. ആമേൻ. ടെറ്റലസ്റ്റായി.